ഹലോ എവരിവൺ. അപ്പോൾ നമുക്ക് ബ്ലോക്ക് 3യിലേക്ക് പോവാം. ബ്ലോക്ക് 3 അത്യാവശ്യം ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയയാണ് കപ്പാസിറ്റി പ്ലാനിങ്, വർക്ക് ആൻഡ് ജോബ് ഡിസൈൻ, വാല്യൂ എഞ്ചിനീയറിംഗ്. അത് തന്നെയാണ് ഈ പറഞ്ഞ പോലെ 3 യൂണിറ്റുകളുടെയും പേരായിട്ട് കിടക്കുന്നത്. അപ്പോൾ കപ്പാസിറ്റി പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബിസിനസ്സിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, എന്തൊക്കെ റിസോഴ്സസ് വേണം, എന്തൊക്കെ വേണ്ടി വരും എന്നൊക്കെയുള്ള ഒരു ഹോൾ സെറ്റപ്പിൻ്റെ പ്ലാനിങ്ങിനാണ് കപ്പാസിറ്റി പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വർക്ക് ആൻഡ് ജോബ് ഡിസൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ പറയുക, നമ്മുടെ ജോലിക്ക് ഒരു സ്ട്രക്ചർ ഉണ്ടാവുമല്ലോ. അതായത് എന്താ പറയുക, എങ്ങനെയാണ് ഈ കാര്യം പ്രവർത്തിക്കേണ്ടത്, ഒരു വർക്ക് അല്ലെങ്കിൽ ഒരു ജോബ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് വരും, എന്താണ് അതിൻ്റെ ഒരു സ്റ്റെപ്സ്, എന്തിൽ നിന്ന് എന്തിലേക്ക് പോകുന്നു എന്നുള്ള ആ ഒരു ഫുൾ സ്ട്രക്ചറാണ് ഈ വർക്ക് ആൻഡ് ജോബ് ഡിസൈൻ എന്ന് പറയുന്നത്. വ്യക്തമായിട്ട് തന്നെ നോക്കാം. പിന്നെയുള്ളൊരു ഇമ്പോർട്ടൻറ്റ് സാധനം, വളരെ ഇമ്പോർട്ടൻ്റ്, ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള സാധനമാണ് വാല്യൂ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് എന്താ പറയുക, നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ റിയൽ ലൈഫിൽ പറയാൻ പറ്റും. ഇപ്പോൾ പെട്ടെന്ന് ചുറ്റും കണ്ണോടിച്ചപ്പോൾ ഞാൻ കണ്ടൊരു കാര്യമാണ്, നമ്മുടെ ഈ പാറ്റിയെക്കുറ്റുന്ന ഹിറ്റ് ഉണ്ടല്ലോ, ഈ സാധനത്തിനൊരു ഡ്രോബാക്ക് ഉണ്ടായിരുന്നു. ഇതിന് പണ്ടൊരു വല്ലാത്തൊരു ദുർഗന്ധം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ശ്വാസപരമായ പ്രശ്നങ്ങളുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ളൊരു ഇൻസ്റ്റൻസ് എല്ലാം ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം എന്ത് ചെയ്തു, ഇപ്പോഴത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ അതിന് ഭയങ്കര പ്ലസൻ്റ് ആയിട്ടുള്ള സ്മെല്ലാണ്. അപ്പോൾ അവരെന്താ ചെയ്തത്, ആ പ്രൊഡക്റ്റിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജിനെ ഓവർകം ചെയ്തുകൊണ്ട് മറ്റൊരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തു. ഇതാണ് വാല്യൂ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. നമ്മളൊരു പ്രൊഡക്റ്റിനെ എന്ത് ചെയ്യാൻ നോക്കും, അതിൻ്റെ പോരായ്മകളെല്ലാം മറികടന്ന് ഒരു പെർഫെക്റ്റ് പ്രൊഡക്റ്റിലേക്ക് എത്തിക്കാൻ വേണ്ടി അതിൻ്റെ വാല്യൂ അഡീഷൻ നടത്തിക്കൊണ്ടേയിരിക്കുക. അതേപോലെ എന്താണ്, അതിൻ്റെ പ്രൊഡക്ഷൻ്റെ കോസ്റ്റും കുറച്ചുകൊണ്ടിരിക്കുക. 2 കാര്യങ്ങൾ അറ്റ് എ ടൈം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് വാല്യൂ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എന്താണ് വാല്യൂ എഞ്ചിനീയറിംഗിനെ പറ്റി ചോദ്യങ്ങൾ വരുന്നതെന്ന്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആസ് യൂഷ്വൽ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം. ജൂൺ 2022 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ വാല്യൂ എഞ്ചിനീയറിംഗിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. വാല്യൂ എഞ്ചിനീയറിംഗ് ഇസ് എ പവർഫുൾ അപ്രോച്ച് ഫോർ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ പെർഫോമൻസ് ഓഫ് ദി പ്രോഡക്റ്റ്, സിസ്റ്റം ഓർ പ്രൊസീജിയർ ആൻഡ് റെഡ്യൂസിംഗ് ഇൻ കോസ്റ്റ് വിത്തൗട്ട് jeopardizing their functions. Explain the concept of value engineering. Also state the difference between value engineering and cost reduction. അപ്പോൾ എന്താണ് വാല്യൂ എഞ്ചിനീയറിംഗിൻ്റെ കോൺസെപ്റ്റ്, വാല്യൂ എഞ്ചിനീയറിംഗും കോസ്റ്റ് കുറയ്ക്കുക എന്ന് പറയുന്നത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പോൾ നിങ്ങൾ വിചാരിക്കും വാല്യൂ എഞ്ചിനീയറിംഗിൻ്റെ കോസ്റ്റ് കുറയ്ക്കുന്നതില്ലേ എന്ന് വിചാരിക്കരുത്. വാല്യൂ എഞ്ചിനീയറിംഗിൻ്റെ അകത്ത് ഒരു പാർട്ട് എന്താണ്, ഈ കോസ്റ്റ് കുറയ്ക്കുന്നത് തന്നെയാണ്. പക്ഷേ വെറുതെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നതും വാല്യൂ എഞ്ചിനീയറിംഗ് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചേക്കുക. നമുക്ക് നോക്കാം നമ്മുടെ മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഈ ഒരു ടേബിളിനകത്തുണ്ട് വാല്യൂ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നതും കോസ്റ്റ് റിഡക്ഷൻ എന്ന് വെറുതെ പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് നോക്കിയാൽ, വാല്യൂ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓറിയൻറ്റഡ് ആണ്. എന്താ പറയുക, നമുക്ക് ചെയ്യുന്ന ഇതിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്, ആ ഫംഗ്ഷൻ്റെ അകത്ത് എങ്ങനെ വാല്യൂ അഡീഷനുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളത് ചിന്തിച്ച് പോകുന്നതാണ് എന്തെന്ന് പറയുന്നത് വാല്യൂ എഞ്ചിനീയറിംഗ്. പക്ഷേ ഈ പറഞ്ഞ കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്, ഈ പറഞ്ഞ ഇപ്പം നമ്മൾ ഇത്ര രൂപയുടെ സാധനം വാങ്ങിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ഫുഡ് പ്രൊഡക്റ്റാണ്. അപ്പോൾ നമ്മൾ ഹൈ ക്വാളിറ്റി മാവ് വാങ്ങിച്ചിട്ട് ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് ഇത്രയും വലിയ കോസ്റ്റ് വരുന്നത്. ഈ ക്വാളിറ്റി ഒരു അല്പം ഒന്ന് കുറച്ച് പിടിക്കാം. അങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന ഐറ്റം ബേസ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ കോസ്റ്റ് റിഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ എന്താണ്, നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ പ്രോസസ്സ് ചെയ്താണ് പ്രൊഡക്റ്റ് കൊണ്ടുവരുന്നത്, അതിലാണ് ഒരു ചേഞ്ച് വരുത്താൻ വാല്യൂ എഞ്ചിനീയറിംഗിനകത്ത് നോക്കുന്നത്. പിന്നെ വാല്യൂ എഞ്ചിനീയറിംഗ് ഓഫ് കോഴ്സ് എന്താണ്, ഇന്നോവേറ്റീവാണ്. പുതിയ എന്തെങ്കിലും അപ്രോച്ചാണ്. ഇപ്പോൾ ഹിറ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ എന്തെങ്കിലും പുതുതായിട്ട് ചെയ്യാമെന്ന് നോക്കുന്നതാണ്. കോസ്റ്റ് റിഡക്ഷൻ പണ്ട് പോലെയുള്ള ഒരു പാസ്റ്റ് സാധാരണ സാധനമാണ്. ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്യുന്നുണ്ട്. ഇത് അനലൈസാണ് ചെയ്യുന്നത് അല്ലേ, നമുക്ക് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ടിൻ്റെ ഇൻപുട്ടുകളിൽ ഏതാണ് ഏറ്റവും കൂടുതൽ കോസ്റ്റ് ഉള്ളത്, ആ കോസ്റ്റ് നമുക്ക് എങ്ങനെ കുറയ്ക്കാൻ പറ്റും, അങ്ങനെ ഒന്ന് അനലൈസ് ചെയ്ത് ചിന്തിക്കാമെന്നാണ്. മറ്റൊരു ക്രിയേറ്റീവാണ്, നമുക്ക് എങ്ങനെ ആ ഒരു പ്രോബ്ലം മറികടക്കാം എന്നുള്ളൊരു ക്രിയേറ്റീവ് ചിന്തയാണ്. പിന്നെ ഉള്ളത് they could be divergent and convergent ideas എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ഫോക്കസ്ഡ് ആയിട്ടും വൈഡായിട്ടും ഉള്ള രീതിയിൽ പോകാൻ പറ്റും എന്നുള്ളതാണ്. കാര്യം നമുക്കിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ മാത്രം തട്ടി നിൽക്കാതെ വെളിയിലും കൂടെ ഒന്ന് പരന്ന് ചിന്തിക്കാൻ പറ്റുന്നതാണ് വാല്യൂ എഞ്ചിനീയറിംഗ്. പക്ഷേ ഇപ്പോൾ ഇവിടെ കൺവെർജൻ്റ് ആയിരുന്നു, നമുക്കിപ്പോൾ എന്ത് ചെയ്യുന്നു അതിലെന്ത് മാറ്റം വരുത്താം എന്ന് മാത്രമേ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ പറയുന്നു there is cost visibility on the following function: basic function, സെക്കൻഡറി ഫംഗ്ഷൻ, അൺനെസസറി ഫംഗ്ഷൻ, എസെൻഷ്യൽ ഫംഗ്ഷൻ. അതായത് നമ്മൾ ആദ്യം പറഞ്ഞൊരു പോയിൻ്റാണ്, ഇവിടെ കോസ്റ്റ് നമ്മൾ നോക്കുന്നത് ഫംഗ്ഷൻ ബേസിസിലാണ്. ഓക്കെ, ഇവിടെ പറയുന്നത് അങ്ങനെയല്ല. ഇവിടെ എന്താണ്, ഈ പറഞ്ഞ ഓരോ ഇൻപുട്ടുണ്ടോ നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് നയിക്കുന്ന ഓരോ ഇൻപുട്ട്, അതിൻ്റെ കോസ്റ്റുകൾ അതെങ്ങനെ കുറയ്ക്കാം, ആ ഒരു ചിന്തയാണ് കോസ്റ്റ് റിഡക്ഷൻ. ടീം അപ്രോച്ച് മെമ്പേഴ്സ് യൂഷ്വലി ദർ ഇസ് ഇൻഡിവിജ്വൽ
വാല്യൂ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഒരുപാട് പേര് ചേർന്നാലേ നടക്കും, അല്ലാതെ ഒരാൾ ഒറ്റയ്ക്ക് ചേർച്ച് നടക്കുന്ന കാര്യമല്ല. ഇത് മിക്കവാറും ഒരു ഹെഡിനെല്ലോ നിയമിച്ച് അങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യുന്ന കാര്യമായിരിക്കും. ഇതിൻ്റെ അകത്ത് ഒരുപാട് ഡിസിപ്ലിൻസ് കയറി വരുന്നുണ്ട്. ഫിനാൻസ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മാർക്കറ്റിങ്ങിൻ്റെ ഒരു സാധനം ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ എഞ്ചിനീയറിംഗ്, ആ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് എല്ലാം കയറി വരുന്നുണ്ട്. ഇതങ്ങനെ പറയാൻ പറ്റത്തില്ല. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞൊരു മേഖലയിൽ ഒതുങ്ങി നിൽക്കുകയാണ്. ദ വാല്യൂ എഞ്ചിനീയറിംഗ് അപ്രോച്ച് ഡസ് നോട്ട് കംപ്രമൈസ് വിത്ത് പെർഫോമൻസ്, ക്വാളിറ്റി, റിലയബിലിറ്റി. അത് വളരെ നല്ലൊരു പോയിൻ്റാണ്. കാര്യം ഇവിടെ നമുക്കൊരിക്കലും കോംപ്രമൈസിങ് ഇല്ല. ഇവിടെ ചിലവ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തെന്ന് വരാം, ക്വാളിറ്റിയിൽ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ക്വാളിറ്റിയിൽ എന്ത് ചെയ്തെന്ന് വരാം, കോംപ്രമൈസ് ചെയ്തെന്ന് വരാം. ഇറ്റ് ഈസ് സിസ്റ്റമാറ്റിക്. ഇത് ആർബിട്രറി എന്ന് അത് വലിയൊരു പോയിൻ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. ബട്ട് സ്റ്റിൽ ഇവർ പറയുന്നത് ഇതൊരു ടെമ്പററി അപ്രോച്ചാണ്, അല്ല നമുക്ക് ആജീവനാന്തമുള്ള ഒരു സൊല്യൂഷനായിട്ട് പറയാൻ പറ്റത്തില്ല. ഇതെന്താണ്, ഒരു സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് വാല്യൂ എഞ്ചിനീയറിംഗിലൂടെ. ഓക്കെ, അപ്പോൾ ഈ രണ്ടും തമ്മിലൊരു ബേസിക് ഡിഫറൻസ് മനസ്സിലുണ്ടാവട്ടെ. ഒരുപാടടുത്ത് വാല്യൂ എഞ്ചിനീയറിംഗ് എന്താണെന്ന് ചോദിക്കും. അവിടെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഡെവലപ്പ് ചെയ്ത് എഴുതാൻ അറിയണം. ഡിഫറൻസ് ചോദിച്ചാൽ ഈ രണ്ട് കാര്യങ്ങൾ എഴുതാനുള്ള ഒരു ഐഡിയ ഉണ്ടാവണം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. തൊട്ടടുത്ത വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ, അതായത് ജൂൺ 2022, അതേ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ അല്ലേ, അതിൽ വേറെ ചോദിച്ചിട്ടുള്ള എന്താണ് വർക്ക് ഡിസൈൻ എന്നുള്ളതാണ്. ടെക്സ്റ്റിൽ പറയുന്നുണ്ട് വർക്ക് ഡിസൈൻ എന്താണ്, നമുക്ക് നോക്കാം. ഇതാ പറയുന്നു, വർക്ക് ഡിസൈൻ is systematic investigation and contemplated and present work to formulate through the idea system concept the easiest and most effective technique for achieving necessary goals. അപ്പോൾ നമുക്ക് ഒരു ഗോളുണ്ട്. ഓക്കെ, ഗോൾ ഓറിയൻറ്റഡ് ആണ് എന്തെന്ന് പറഞ്ഞാൽ എപ്പോഴും വർക്ക് എന്ന് പറയുന്നത് നമുക്ക് മുമ്പിലുള്ള ഗോൾ അത് അച്ചീവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ നമ്മളതിലേക്ക് പോകണമെന്നുള്ളത് ഡിസൈൻ ചെയ്യുന്നതാണ് വർക്ക് ഡിസൈൻ. ജോബ് എന്ന് പറയുമ്പോൾ അത് ഇത് തന്നെയാണ്, വർക്ക് ഡിസൈൻ തന്നെയാണ് ജോബ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. അവിടെ നമുക്കൊരു ടൈറ്റിലുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ ബിസിനസ്സിൻ്റെ ഒരു വർക്ക് എന്ന് പറയുന്നത് നമുക്ക് കുറേ ഇമെയിലുകൾ അയക്കണം. ഓക്കെ, ഇമെയിലുകൾ കണ്ടൻറ്റ് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് ഇമെയിലുകൾ അയക്കണം എന്നതാണ് നമ്മുടെ വർക്ക്. അപ്പോൾ വർക്ക് ഡിസൈൻ ചെയ്യുന്ന ആൾ ചെയ്യുന്ന എന്തായിരിക്കും, എന്തൊക്കെ ഇമെയിലുകളാണ് അയക്കേണ്ടത്, എന്തൊക്കെ ടൈപ്പ് ഓഫ് കണ്ടൻറ്റ്, എന്ത് രീതിയിലായിരിക്കും ഇത് വരേണ്ടത് എന്നുള്ള നമ്മളെ ഗോൾ എങ്ങനെ അച്ചീവ് ചെയ്യാം, നമുക്ക് ആ ഒരു വർക്കിലൂടെയുള്ള ഗോൾ എങ്ങനെ അച്ചീവ് ചെയ്യാമെന്നാണ് വർക്ക് ഡിസൈൻ്റെ അകത്ത് പറയുന്നത്. ജോബ് ഡിസൈൻ എത്തുമ്പോൾ ഈ ജോബ് ഒരു ടൈറ്റിൽ കാണും. ഇപ്പോൾ ഇമെയിൽ സെൻറ്റർ എന്ന് അങ്ങനെയൊന്നും വരത്തില്ല, എന്നാലേ ഇമെയിൽ സെൻറ്റർ എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ വന്നു എന്ന് വിചാരിക്കുക. ആ ടൈറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോലെ അതിൻ്റെ കീഴിൽ അയാൾക്ക് ഇത്ര ക്വാളിഫിക്കേഷൻ വേണം, ഇന്നതായിരിക്കണം അയാൾ ചെയ്യുന്ന ജോലി, ഇത്ര മണിക്കൂർ വർക്ക് ചെയ്യും, അങ്ങനെ അയാൾ ചെയ്യാൻ പോകുന്ന ജോലീനെ ഒന്ന് പറയുന്നതാണ് ജോബ് ഡിസൈൻ. എന്നാൽ ആ ജോബ് എന്ത് ഗോളാണ് അച്ചീവ് ചെയ്യേണ്ടതെന്ന് സ്പെസിഫൈ ചെയ്യുന്നതാണ് വർക്ക് ഡിസൈൻ എന്ന് പറയുന്നത്. ആ ഒരു വ്യത്യാസം ഒന്ന് മനസ്സിലാക്കുക. വർക്ക് ഡിസൈൻ ഈസ് കൺസേൺഡ് വിത്ത് സ്റ്റഡി ആൻഡ് ദി ഡിസൈൻ ഓഫ് വർക്ക് സിസ്റ്റം ഇൻ ആൻഡ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ. കുറച്ച് വലിച്ചു വരിയിട്ടുണ്ട്, നമുക്കൊന്ന് ജസ്റ്റ് ഗൂഗിളിൽ എന്താ പറയുന്നത് നോക്കാം. Work design refers to the process of structuring the work, tasks, activities, relationship and responsibility within an organization. Okay. പിന്നെ ജോബിൻ്റെ മെയിൻ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് പറയുന്നു, റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ് മെൻഷൻ ചെയ്യുന്നു. ഇതെന്താണ് ഇമ്പോർട്ടൻറ്റ് ചോദിച്ചാൽ എംപ്ലോയി വെൽബീയിങ്ങിന് നല്ലതാണ്. പൊതുവെ പറയുന്ന സാധനങ്ങൾ തന്നെ, ഒരു പ്രത്യേകിച്ചൊരു ഐഡിയ തരുന്നില്ല. സിമ്പിളായിട്ടും സാധാരണ ആലോചിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ബേസിക്കലി നമ്മുടെ വർക്കിൻ്റെ നേച്ചർ എന്താണ്, ഈ വർക്ക് മറ്റുള്ള ആൾക്കാരുമായിട്ടുള്ള റിലേഷൻ എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് ആര് പറഞ്ഞു പോകുന്നത്, പിന്നെ വർക്ക് ഡിസൈൻ്റെ അകത്ത് പറഞ്ഞു പോകുന്നത്. ഓക്കെ, ഒരു ക്ലാരിറ്റി കൊടുക്കുക, ആ വർക്ക് ചെയ്യുന്ന ആൾക്ക് ആ വർക്കിലൂടെ എന്താ ചെയ്തെടുക്കാനുള്ള ക്ലാരിറ്റി കൊടുക്കുക എന്നതാണ് എൻ്റെ ഉദ്ദേശം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡിസംബർ 2022 പോവുകയാണെങ്കിൽ അവിടെ കണ്ടൊരു ചോദ്യം എന്താ, ഡിഫൈൻ ദ ടേം കപ്പാസിറ്റി ആൻഡ് കപ്പാസിറ്റി പ്ലാനിങ്, എക്സ്പ്ലെയിൻ ഇൻ ദ ബ്രീഫ് ദ പ്രോസസ് ഓഫ് കപ്പാസിറ്റി പ്ലാനിങ്. അപ്പോൾ കപ്പാസിറ്റി നമ്മൾ പറഞ്ഞു, നമുക്ക് ഒരുപാട് റിസോഴ്സസ് ഉണ്ട്, അതിൻ്റെ ഒരു ടോട്ടാലിറ്റീനാണ് പറയുന്നത്. നമുക്കൊരു കപ്പാസിറ്റി ഉണ്ടെന്ന് പറയത്തില്ലേ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലിമിറ്റ്, അല്ലെങ്കിൽ നമ്മുടെ റിസോഴ്സസ് വെച്ച് നമുക്ക് പ്രൊഡക്ഷനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടാവും. അതെന്താണ് എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളത്, അത് ഒപ്റ്റിമമാക്കുക. അതായത് നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ, എന്നാൽ അധികമായിട്ട് ചൂഷണവും ചെയ്യുന്നില്ല, ചെയ്യുന്നത് കുറഞ്ഞു പോകുന്നുമില്ല. അങ്ങനെ ഒപ്റ്റിമമായിട്ടുള്ള രീതിയിൽ എങ്ങനെ പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്യാമെന്നുള്ളതാണ് കപ്പാസിറ്റി പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം നമ്മുടെ മെറ്റീരിയൽ എന്ന് പറയുന്നുണ്ടെന്ന്. Capacity is the limiting capability of a productive unit to produce within a stated limited period and in the limiting capability depend upon the energy use of productive unit. ഒറ്റ കാര്യം പറയുന്നത്, നമുക്ക് റിസോഴ്സസ് ഉണ്ട്,
റിസോഴ്സസിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ കയ്യിലിരിക്കുന്ന റിസോഴ്സസ് എന്തുമാത്രം ലിമിറ്റഡ് ആണോ അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് എത്ര മാക്സിമം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കപ്പാസിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ മെഷർ ഓഫ് കപ്പാസിറ്റി നോക്കി ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും. ഒരു ടെക്സ്റ്റൈൽ മില്ലിൻ്റെ കപ്പാസിറ്റി എന്തിൻ്റെ ഇതിലായിരിക്കും പറയുന്നത്, ഒരു ദിവസം അവർ എത്ര ലെങ്ത്ത് തുണി പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും. അല്ലെങ്കിൽ ഒരു പ്ലൈവുഡ് ഫാക്ടറിയുടെ എത്ര സ്ക്വയർ മീറ്റർ പ്ലൈവുഡ് അവരുണ്ടാക്കി എന്നുള്ളത് പോലെ ഇരിക്കും. മിനറൽ വാട്ടർ അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ടാക്കുന്നവർ, സോഫ്റ്റ് ഡ്രിങ്ക്സ് ആയിരിക്കും കേട്ടോ, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ടാക്കുന്നവർക്ക് അവർ എത്ര ലിറ്റർ ലിക്വിഡ് ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്തു എന്നതിനായിരിക്കും അവരുടെ കപ്പാസിറ്റി മെഷർ ചെയ്യുന്നത്. ഇതുപോലെ എന്ത് ചെയ്യണം, നമുക്ക് കപ്പാസിറ്റി എത്രയെന്ന് കൃത്യം അറിയാൻ പറ്റണം. തീരുമാനിക്കില്ല നമ്മൾ ഇതാണ് നമ്മുടെ മാക്സിമം കപ്പാസിറ്റി എന്ന് തീരുമാനിക്കുന്നത്. അതിൻ്റെ പ്രോസസ്സാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. ഓക്കെ, എങ്ങനെ അതായത് ഒരു 8 സ്റ്റെപ്പ് പറയുന്നുണ്ട് കപ്പാസിറ്റി പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഏറ്റവും ആദ്യം മനസ്സിലാക്കുക എന്താണ് കമ്പനിയുടെ നിലവിലുള്ള ടെക്നോളജി, എന്താണ് കോമ്പറ്റീഷൻ, എന്താണ് മറ്റു കാര്യങ്ങൾ, എന്താണ് ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുള്ള ഡിമാൻഡ് എന്താണ്, എല്ലാം മനസ്സിലാക്കുക. എന്നിട്ട് നമ്മുടെ ഇപ്പോൾ നിലവിൽ നമുക്ക് എന്തുമാത്രം റിസോഴ്സസ് ഉണ്ടെന്ന് തിരിച്ചറിയുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഫ്യൂച്ചറിൽ വരാനുള്ള സാധ്യതയുള്ള സാധനങ്ങൾ ഉൾപ്പെടെയുള്ളത് നോക്കുക. രണ്ടാമത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ എന്തുണ്ടെന്ന് തിരിച്ചറിയുക. മൂന്നാമത് നോക്കുക ട്രാൻസ്ലേറ്റ് പ്രൊഡിക്ഷൻസ് ഇൻറ്റു ഫിസിക്കൽ കപ്പാസിറ്റി എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് ഫ്യൂച്ചറിൽ ഒരാളുടെ ഡിമാൻഡ് മനസ്സിലാക്കിയല്ലോ, ഇപ്പോൾ കയ്യിലുള്ളത് മനസ്സിലാക്കി. ഇത് രണ്ടും തമ്മിലൊരു ഗ്യാപ്പ് കാണും. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഫ്യൂച്ചറിൽ നമുക്ക് 1000 യൂണിറ്റ് വിൽക്കാനുള്ള ഡിമാൻഡ് വരുമെന്ന് നമുക്ക് മനസ്സിലായി. നിലവിൽ നമുക്ക് 800 യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉള്ളെങ്കിൽ 200 യൂണിറ്റും കൂടി ക്രിയേറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഡെവലപ്പ് ഓൾട്ടർനേറ്റ് കപ്പാസിറ്റി പ്ലാൻ ടു മാച്ച് റിക്വയർമെൻറ്റ്. ഈ പറഞ്ഞ സാധനം ഓൾട്ടർനേറ്റീവ് കപ്പാസിറ്റി ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അതിന് എക്കണോമിക് എഫക്റ്റ്, അതിൻ്റെ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ചെയ്യുക. അപ്പോൾ അധികമായിട്ട് ഞാൻ കൊണ്ടുപോകും, അതിന് കോസ്റ്റ് ഉണ്ട്, അത് കിട്ടുന്ന ബെനിഫിറ്റ് രണ്ടും വെച്ച് നോക്കുമ്പോൾ ഗുണകരമാണോ എന്ന് നോക്കുക. പിന്നെ റിസ്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. അതെങ്ങനെ ചെയ്തെടുക്കാമെന്നുള്ളതിനൊരു ആക്ഷൻ പ്ലാൻ കൊണ്ടുവരിക, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അപ്പം ഏറ്റവും ബേസിക്കായിട്ട് പറഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിൽ വരാനുള്ള ഡിമാൻഡ് മനസ്സിലാക്കുക, നിലവിലുള്ള കപ്പാസിറ്റി മനസ്സിലാക്കുക. കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യണമെങ്കിൽ അതെങ്ങനെ ചെയ്യും, അതിൻ്റെ എഫക്റ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കുക, ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടാക്കുക, പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇതാണ് ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഒന്ന് ഐഡിയ ഉണ്ടാക്കി വയ്ക്കുക. ഈ 8 സ്റ്റെപ്പും അതിലൊന്ന് കഥ എഴുതാനുള്ള സാധനം ഒന്ന് മനസ്സിലുണ്ടാകും. ഓക്കെ, ജൂൺ 2023 നോക്കുമ്പോൾ explain in brief the process of value engineering, also highlight its importance എന്ന് പറയുന്നുണ്ട്. നമുക്ക് കുറേ എഴുന്നേറ്റ് എഴുതാൻ പറ്റിയ സാധനങ്ങൾ മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ ഇച്ചിരി നോക്കാം. മെറ്റീരിയലിനേക്കാളും ഇത് കുറച്ചും കൂടെ ഒരു എളുപ്പമുണ്ടെന്ന് തോന്നിയോണ്ട് തന്നെ ഇത് പറയുകയാണ്. അപ്പോൾ ഇനിഷ്യലി നമ്മൾ എന്ത് ചെയ്യും, പ്രിപ്പയർ ചെയ്യും. നമുക്ക് എന്താണ് പിന്നെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യും. ഓക്കെ, പ്രിപ്പറേഷൻ ഫേസ് ഉണ്ട്. അത്രയും ഡെപ്തിലേക്ക് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ മനസ്സിൽ നിൽക്കുന്ന വെച്ച് നമുക്ക് എഴുതി പോകാൻ പറ്റും. ആ ഒരു കോൺസെപ്റ്റ് അറിയാമെന്നുള്ളത് വളരെ എളുപ്പം മനസ്സിലാവും. നമുക്ക് ആദ്യം ഇൻഫർമേഷൻ എടുക്കുക. എന്താണ് ഇൻഫർമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്ത് ചേഞ്ചാണ് നമുക്ക് വേണ്ടത്, എന്ത് പ്രോബ്ലമാണ് നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്നത്, എന്തിൻ്റെ സൊല്യൂഷനാണ് നമ്മൾ കാണാൻ പോകുന്നത് എന്നുള്ള ഇൻഫർമേഷൻ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മുടെ ഫങ്ഷൻസിനെ അനാലിസിസ് ചെയ്യും. നമ്മുടെ ഫങ്ഷൻ്റെ അകത്ത് എവിടെയാണ് ഇത് വരാതെ പോകുന്നത്. ഓക്കെ, ഫങ്ഷൻ അനാലിസിസ് ചെയ്തിട്ട് നമ്മളിനി ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്നൊരു ഫേസ് ഉണ്ട്. എങ്ങനെ നമുക്കിതിനൊരു സൊല്യൂഷൻ കണ്ടെത്താം. ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പം കലാപരമായി എന്നൊരു തെറ്റിദ്ധാരണ പലർക്കും വരും. അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. വി ആർ ഗോയിങ് ടു ക്രിയേറ്റ് സംതിങ് ന്യൂ. ഓക്കെ, നമുക്ക് ഇതുവരെ ഇല്ലാത്ത എന്തോ ഒരു സാധനം നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ. അപ്പോൾ എന്തെങ്കിലും പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫേസ് ഉണ്ട്. നമുക്ക് ക്രിയേറ്റ് ചെയ്ത സാധനങ്ങൾ ഇവാലുവേറ്റ് ചെയ്തത് ഇത് ഫീസിബിൾ ആണോ, നടക്കുന്ന കാര്യമാണോ, അത് പ്രാക്ടിക്കൽ ആണോ എന്നൊന്ന് നോക്കും. റിസൾട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഡെവലപ്പ് ചെയ്യുന്നു, പ്രസൻറ്റേഷൻ ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. എല്ലാ ഡിസിഷൻ്റെ അകത്തും വരുന്ന ഒരു പരിപാടി തന്നെയാണ്. പക്ഷേ ഇതിനോടൊന്ന് കണക്ട് ചെയ്ത് ചിന്തിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു, നമ്മുടെ ഫങ്ഷൻസിനെ ഒന്ന് അനാലിസിസ് ചെയ്യുന്നു, എവിടെയാണ് ചേഞ്ച് വരുത്തേണ്ടത് ക്രിയേറ്റീവായിട്ട് കണ്ടെത്തുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു, കണ്ടെത്തിയ സൊല്യൂഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെ ഡെവലപ്പ് ചെയ്ത സാധനത്തിനൊന്ന് പ്രസൻറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ബിസിനസ്സിൻ്റെ അകത്ത് അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. എവിടെയും നമുക്ക് പറയാം എന്ത് കാര്യത്തിനകത്ത് ഈ പറഞ്ഞൊരു സാധനം നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് കണക്ട് ചെയ്ത് ചിന്തിക്കാനുള്ള കഴിവുണ്ടായിരുന്നാൽ മതി എന്നേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ ഹിറ്റിൻ്റെ കാര്യം തന്നെ ആലോചിച്ച് നോക്കി. നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത് ഈ ഒരു പ്രോബ്ലമാണ് നമ്മൾ മീറ്റ് ചെയ്യേണ്ടത്.
ഒരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു ഓർഡർ ഉണ്ട്, അത് മീറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ അനാലിസിസ് ചെയ്യുന്നത് ഏത് ഫംഗ്ഷൻ്റെ അകത്താണ് ഈ പറഞ്ഞ ഓർഡർ കയറി വരുന്നത്. ചിലപ്പോൾ അതിൻ്റെ അകത്തുള്ള മരുന്നിൻ്റെ ആയിരിക്കും. അത് നമുക്ക് എന്ത് സൊല്യൂഷൻ ചെയ്യാൻ പറ്റുമോ നമ്മൾ എവിടെ ചിന്തിക്കും, ക്രിയേറ്റീവായിട്ട് ചിന്തിക്കും. ഓക്കെ, ആ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കാതെ ഈ പ്രോബ്ലം എങ്ങനെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തീരുമാനിക്കും. അതിന് വേണ്ട പല ഉപായങ്ങൾ മുന്നിലേക്ക് വയ്ക്കും, അതിന് ഇവാലുവേറ്റ് ചെയ്ത് ഓക്കെ പറഞ്ഞ സാധനം വെച്ച് ഡെവലപ്പ് ചെയ്തതിനെ നമ്മളൊന്ന് പ്രസൻറ്റ് ചെയ്ത് നോക്കി, നമ്മളെ റിയൽ കസ്റ്റമേഴ്സിൻ്റെ മുമ്പിൽ ആരുടെ മുമ്പിലൊക്കെ പ്രസൻറ്റ് ചെയ്ത് നോക്കി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളതങ്ങ് ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഈ ഒരു പ്രോസസ്സാണ് വാല്യൂ എഞ്ചിനീയറിങ്ങിൻ്റെ അകത്തുള്ള, ഒന്ന് മനസ്സിലുണ്ടാവട്ടെ. ഓക്കെ, ഡിസംബർ 2023 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ അതിൽ കാണുന്ന ഒരു ചോദ്യം, എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ജോബ് ഡിസൈൻ, ഡിസ്കസ് ദി വേരിയസ് ടെക്നോളജിക്കൽ ഫാക്ടർ ഫോർ ആൻ എഫക്റ്റീവ് ജോബ് ഡിസൈൻ എന്നാണ്. എന്താണ് ജോബ് ഡിസൈൻ, അതിനെ എഫക്റ്റ് ചെയ്യുന്ന ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് എന്താണ്. ആപ്റ്റ് ആൻസർ നമ്മുടെ ഇവിടെ ഉണ്ട്, മെറ്റീരിയലുണ്ട്, നോക്കാം. ഇതാ പറയുന്നു, ജോബ് ഡിസൈൻ ഇസ് ദ കൺസൈസ്ലി പ്ലാൻഡ് സ്ട്രക്ചർ ഓഫ് വർക്ക് എഫേർട്ട് പെർഫോംഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ ഓർ എ ടീം ഓഫ് പേഴ്സൺസ്. അപ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ജോബ്, ഓക്കെ, അത് പെർഫോം ചെയ്യാൻ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ടീം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ രീതിയിലൂടെ സഞ്ചരിക്കണം, ഏതൊക്കെ പ്രോസസ്സിലൂടെ പോകണം എന്നുള്ള ഡീറ്റെയിൽസ് തരുന്ന ഒരു പ്ലാനാണ് എന്തെന്ന് പറയുന്നത്, ജോബ് ഡിസൈൻ എന്ന് പറയുന്നത്. ജോബ് ഡിസൈൻ എഫക്റ്റ് ചെയ്യുന്ന എന്തായിരുന്നു, ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഒന്ന് നമ്മുടെ ലേഔട്ട് എങ്ങനെയാണ് ഇരിക്കുന്നത്, അതിൽ എക്യുപ്മെൻറ്റ് എവിടെ ഇരിക്കുന്നു, സീറ്റിംഗ് എവിടെയാണെന്നുള്ളതൊക്കെ നമ്മുടെ പ്ലാനിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കൊരു കപ്പാസിറ്റി ലേഔട്ട് ഉണ്ടല്ലോ, പ്ലാന്റ് ലേഔട്ട് ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് ഫോർ എക്സാമ്പിൾ ഈ ഒരു മെഷീനാണ് അയാൾ ഓപ്പറേറ്റ് ചെയ്യാനുള്ളെങ്കിൽ അയാളുടെ സീറ്റിംഗ് ഇതിനോട് അടുത്തായിരിക്കണം, അയാൾക്ക് ഈസിലി അക്സസിബിൾ ആയിരിക്കണം എന്നുള്ള സാധനം ഉണ്ടല്ലോ. അപ്പോൾ അത് നമ്മുടെ ജോബിൻ്റെ ഡിസൈനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ പറയുന്നൊരു പോയിൻ്റ് ഇൻസ്ട്രുമെൻറ്റ് ഡിസ്പ്ലേ ഡിസൈൻ എന്ന്, അതായത് വേണ്ട ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ ഇയാൾക്ക് അക്സസിബിൾ ആയിട്ടുള്ള സ്ഥലത്തായിരിക്കണം. ഒരു ഉദാഹരണം പറയുന്നുണ്ട്, ഇപ്പോൾ അയാൾ ഈ പ്രഷർ ഗേജ് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾക്ക് എന്തറിയണം, ഇൻസ്ട്രുമെൻറ്റിൻ്റെ പിന്നെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ, ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അയാളുടെ സീറ്റിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അയാളുടെ ജോബിൻ്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. പിന്നെ പറയുന്ന കോമ്പാറ്റബിലിറ്റി, ഒരു ഉദ്ദേശിക്കുന്നത് എന്താണ്, കോമ്പാറ്റബിലിറ്റി കൊണ്ട് വളരെ കോമൺ ആയിട്ടുള്ളൊരു പിന്നെ പ്രൊസീജിയറിലൂടെ പോകണം, അല്ലെങ്കിൽ പൊതുവേ ചെയ്യുന്ന രീതിയിൽ കൂടെ പോകണം. അപ്പോൾ മൊത്തത്തിൽ ഒരു ഫാക്ടറി സെറ്റപ്പിലാണ് പറയുന്നത്. എന്നാൽ ജനറലായിട്ട് പിന്നെ ഈ പറയുന്ന പോലെ എന്താണ്, ജോബ് ഡിസൈൻ്റെ ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് അല്ല പറയുന്നത്. കാര്യം എന്തുകൊണ്ടാണ് നമ്മുടെ പഠിക്കുന്നത് മെഷീൻസും മെറ്റീരിയൽസും തമ്മിലുള്ള അതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് ആയതുകൊണ്ട് ഒരു ഫാക്ടറി സെറ്റപ്പ് രീതിയിലാണ് പറഞ്ഞു പോകുന്നത്. പിന്നെ കൺട്രോൾ ഡിസൈൻ നമ്മൾ നോക്കുക. അപ്പോൾ നമ്മൾ ഒരു ഫാക്ടറിക്കകത്ത് അല്ലെങ്കിൽ ഒരു മെഷീൻസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരാൾക്ക് അയാളുടെ ജോലി കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ആ മെഷീൻ എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനനുസരിച്ച് അയാൾക്ക് സീറ്റിംഗ് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇൻഫർമേഷൻസ് അയാൾക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പിലിരിക്കണം. പിന്നെ അതിൻ്റെ മൂവ്മെൻറ്റ്, നമ്മുടെ ഓപ്പറേഷൻ ചെയ്യുന്ന സാധനം എന്തോ ആയിക്കോട്ടെ അയാളുടെ വർക്ക്, അത് പൊതുവെയുള്ള രീതിയിലൊക്കെ ആയിരിക്കണം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുന്നുണ്ട്, ഇപ്പോൾ നമ്മുടെ ഒരു നോബ് തിരിക്കുന്നത് ക്ലോക്ക് വൈസ് ആണല്ലേ, ഈ ഒരു ഡയറക്ഷനിലാണ് നോബ് തിരിക്കുന്നത്. അപ്പോൾ എല്ലാ നോബും അങ്ങനെ തന്നെ ആയിരിക്കണം. കാര്യം പൊതുവേ അങ്ങനെ ഒരു ചിന്ത ഉള്ളതുകൊണ്ട് എങ്ങാനും ഒരു നോബ് തിരിഞ്ഞു പോയെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, ബട്ട് ഇയാൾക്ക് തെറ്റുപറ്റാനുള്ള സാധ്യത കൂടും. അതൊക്കെ നമ്മൾ മനസ്സിലുണ്ടാവണം. പിന്നെ കൺട്രോളിൻ്റെ കാര്യം, അയാൾ ആ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾക്ക് കൊടുക്കുന്ന പിന്നെ സാധനങ്ങൾ എന്തൊക്കെയാണ് അത് ആലോചിച്ച് തീരുമാനിക്കണമെന്നുണ്ടല്ലോ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ക്രാങ്ക്, ഹാൻഡ് വീല്, നോബ്, ലെവർ, ഏതൊക്കെ ആവശ്യമുള്ള സ്ഥലത്ത് ആവശ്യമുള്ള സാധനം വരണമെന്നുള്ളതാണ്. കേൾക്കുമ്പോൾ ഒരല്പം ബാലിഷ്യമായിട്ട് തോന്നും, എന്നാലും ഒരു ഫാക്ടറി സെറ്റപ്പിൻ്റെ രീതിയിൽ നിന്നാണ് ഈ കാര്യമൊക്കെ പറയുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിന് പറഞ്ഞ സ്ഥിതിക്ക് എല്ലാം ഒന്ന് പറഞ്ഞു പോവാം. അപ്പോൾ ടെക്നോളജിക്കൽ ഫാക്ടേഴ്സാണ് ഈ പറഞ്ഞ സാധനങ്ങൾ, ലേഔട്ടിൻ്റെ സൈസ്, അവിടെ കൊടുക്കുന്ന കൺട്രോൾ സിസ്റ്റം, അത് വച്ചേക്കുന്ന രീതി, കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു ജോബ് ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, ടെമ്പറേച്ചർ, ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റുന്ന ടെമ്പറേച്ചർ ആണോ എന്നുള്ളത്. പിന്നെ ഇതൊക്കെ അവർ പക്ക ടെക്നിക്കലി പറയുന്നു. നമ്മുടെ മെഷീനിലുണ്ടാകുന്ന വൈബ്രേഷൻസ് ഉണ്ട്, അപ്പോൾ അത് ഹ്യൂമണിനെ ബാധിക്കുന്ന കാര്യമാണ്. നമുക്ക് ഒരാൾക്ക് സഹിക്കാൻ പറ്റുന്നതാണോ എന്നുള്ള കാര്യം നോക്കണം. പിന്നെ നോയ്സ് അതേപോലെ ഉണ്ടാകുന്ന സഹിക്കാൻ പറ്റുന്നതാണോ, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റലി പ്രശ്നം ഉണ്ടാക്കുന്ന നോയ്സാണോ മെഷീൻസ് ഉണ്ടാക്കുന്നത്. പിന്നെ ലൈറ്റ് പോലത്തെ കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രസൻസ്, ഇലുമിനേഷൻ മീൻസ് ഈ ലൈറ്റും തീപ്പൊരിയൊക്കെ വരുന്നുണ്ട്, അതൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കും. അതൊക്കെയാണ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിനകത്ത് വരുന്നത്. പിന്നെ ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സ് പറയുന്നുണ്ട്, ബിഹേവിയറൽ ഡിസൈനിൻ്റെ കാര്യവും പറയുന്നുണ്ട്.
ഈ 3 വാക്കുകളൊന്ന് അറിഞ്ഞേക്കുക. ഇതോട്ട് റിലേറ്റഡ് അല്ല പഠിച്ചിട്ടില്ല, അറിഞ്ഞേക്കുക. ജോബ് എൻലാർജ്മെൻറ്റ്, ജോബ് എൻറിച്ച്മെൻറ്റ്, ജോബ് റൊട്ടേഷൻ. മൂന്നും തമ്മിൽ വ്യത്യാസമുണ്ട്, എന്നാൽ മൂന്നും റിലേറ്റഡുമാണ്. പക്ഷേ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞുതരാം. മൂന്നും എന്താണ്, നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തുന്നത് തന്നെയാണ്. ജോബ് എൻലാർജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ജോലിയുടെ അളവ് കൂട്ടുന്നതാണ്. ഓക്കെ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്കകത്ത് തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഓഫീസ് വർക്ക് മാത്രം ചെയ്യുന്നിട്ട് നമുക്ക് ജസ്റ്റ് ഡേറ്റ എൻട്രി മാത്രം ഓഫീസിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരാൾക്ക് ആ ഡേറ്റ മാനേജ് ചെയ്യാനും അത് ആവശ്യമുള്ള പ്രിട്രൈവ് ചെയ്യാനൊക്കെ ഉള്ളൊരു ജോലി കൊടുക്കുമ്പോൾ അയാൾക്ക് കുറച്ചും കൂടി ഇൻവോൾവ്മെൻറ്റ് തോന്നും. അതാണ് ജോബ് എൻലാർജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജോബ് എൻറിച്ച്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അയാളുടെ സ്കോപ്പ് കൂട്ടുക എന്നുള്ളത്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിഭാരം കൂട്ടുന്നതല്ല, ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയുടെ സ്കോപ്പ് കൂട്ടുക, ഒരുപാട് കാര്യങ്ങളിലേക്ക് അതിനെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. ജോബ് റൊട്ടേഷൻ എന്ന് പറയുന്നത് ഒരു ഈക്വൽ പീരീഡ് അവരുടെ ജോബ് റോൾ ഇങ്ങനെ മാറ്റിക്കൊടുത്തുകൊണ്ടിരിക്കും. ഈ ചെറിയ ചെറിയ ജോലി ചെയ്യുന്നവർക്ക് മടുപ്പ് വന്നിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലർക്കായിട്ട് അയാളെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, കുറച്ച് കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാൻ പറയുന്നു, പിന്നെ തിരിച്ച് കൊണ്ടുവരുന്നു, അങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ മൂന്നും നമ്മുടെ ജോലിയിൽ വ്യത്യാസം വരുത്തുന്നതാണ് 3 രീതിയിലാണ്. ഒന്ന് ജോലിഭാരം കൂട്ടുന്നു, ജോബ് എൻലാർജ്മെൻറ്റ്. ജോബ് എൻറിച്ച്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയുടെ ഡെപ്ത് കൂട്ടുന്നു. ജോബ് റൊട്ടേഷൻ എന്ത് ചെയ്യുന്നു, ജോലി ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, നമുക്ക് വീണ്ടും ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം. പിന്നീട് കണ്ടൊരു ചോദ്യമാണ്, എന്താണ് വർക്ക് സ്റ്റഡി അപ്രോച്ച്. നമ്മൾ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. എന്താണ്, വർക്കിൻ്റെ പ്ലാനും ഉണ്ട്, ജോബിൻ്റെ പ്ലാനും ഉണ്ട്. അപ്പോൾ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ നമുക്കൊരു അറിവ് വേണം. ആ വർക്കിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ കഴിവുള്ള ആളെ വേണ്ടേ, ഈ ജോബിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യേണ്ടി വരും എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണ വേണം. അതിനുവേണ്ടി നടത്തുന്ന സ്റ്റഡിയാണ് വർക്ക് സ്റ്റഡി അപ്രോച്ച് എന്ന് പറയുന്നത്. വർക്ക് സ്റ്റഡി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ വർക്ക് സ്റ്റഡി ചെയ്യാൻ 2 അപ്രോച്ചുകളുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കേടാ, വർക്ക് സ്റ്റഡി ഈസ് എ ജനറിക് ടേം ഫോർ ദോസ് techniques, particularly method study and work measurement, which are used in the examination of human work in all its context and which lead systematic to the investigation of all facts which affect the efficiency and economy of situation being reviewed in order to effect improvement. അപ്പോൾ നമ്മുടെ വർക്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ആൾക്കാർ ചെയ്യുന്നുണ്ട് ഒരു വർക്കിൻ്റെ അകത്ത് എന്ന് എക്സാമിൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്തെന്ന് പറയുന്നത് ഈ പറഞ്ഞ വർക്ക് സ്റ്റഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ 2 അപ്രോച്ച് പറയുന്നുണ്ട്, മെത്തേഡ് സ്റ്റഡിയും വർക്ക് മെഷർമെൻറ്റും. മെത്തേഡ് സ്റ്റഡി എന്ത് ചെയ്യുന്നത്, സിസ്റ്റമാറ്റിക് റെക്കോർഡിംഗ് ആൻഡ് ക്രിട്ടിക്കൽ എക്സാമിനേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് പ്രൊപ്പോസ്ഡ് വേ ഓഫ് ഡൂയിങ് വർക്ക് ആസ് എ മീൻസ് ഓഫ് ഡെവലപ്പിംഗ് ആൻഡ് അപ്ലൈങ് ഈസിയർ ആൻഡ് മോർ എഫക്റ്റീവ് മെത്തേഡ്സ് ആൻഡ് റെഡ്യൂസിങ് കോസ്റ്റ്. നിലവിൽ എന്താണ് ചെയ്യുന്നതെന്നുള്ളതിനെ റെക്കോർഡ് ചെയ്യുന്നു, എക്സാമിൻ ചെയ്യുന്നു എന്നുള്ളതാണ്. എന്നാൽ വർക്ക് മെഷർമെൻറ്റ് ചെയ്യുന്നത് എന്താണെന്ന് നോക്കി. നിലവിൽ നമ്മൾ ഒരു ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു വർക്ക് നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളെ കൊണ്ട് പല ലെവലിൽ ചെയ്യിപ്പിച്ച് നോക്കും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, അയാളുടെ വർക്കിംഗ് എഫിഷ്യൻസി മെഷർ ചെയ്യുന്ന ഒരു പരിപാടിയാണ് വർക്ക് മെഷർമെൻറ്റ്. പല ലെവലെന്ന് ഉദ്ദേശിച്ചത് ഇപ്പോൾ ഒരു ദിവസം 100 യൂണിറ്റ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ടെങ്കിൽ തൊട്ടടുത്ത ദിവസമൊക്കെ 150 യൂണിറ്റ് ചെയ്യാൻ പറയും. 350 യൂണിറ്റ് ആ പറഞ്ഞ പ്രൊസീജിയറിൻ്റെ അകത്തേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, പിന്നെ അടുത്ത ദിവസം വേണമെങ്കിൽ 200 ആക്കി നോക്കും. അപ്പം പറ്റാതെ വരും എവിടെയോ എത്തുമ്പോൾ. അത് എവിടെ എത്തുമ്പോഴാണ് പറ്റാതെ വരുന്ന, ഏതൊരാൾക്ക് ചെയ്യാൻ പറ്റുന്നു, അത് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ എത്ര വരെ പോകാൻ പറ്റും എന്നൊക്കെ ഉള്ളത് മെഷർ ചെയ്യുന്നതാണ് വർക്ക് മെഷർമെൻറ്റ്. മെത്തേഡ് സ്റ്റഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മൾ എന്ത് കാര്യമാണോ ചെയ്യാൻ ഉദ്ദേശിച്ച് അതിനെ നമ്മൾ എഫിഷ്യൻസി നോക്കുന്നതാണ് ഇവിടെ. എഫിഷ്യൻസി അല്ല ഇവിടെ നോക്കുന്നത്, നേരെ മറിച്ച് എഫക്റ്റീവായിട്ട് ആ കാര്യം കുറഞ്ഞ ടൈമിലും കുറഞ്ഞ കോസ്റ്റിലും എങ്ങനെ ചെയ്ത് തീർക്കാം. അപ്പോൾ നമുക്കൊരു മെത്തേഡ് ആണല്ലോ, ഇന്നതിൽ നിന്ന് ഇതിലേക്ക് പോകുന്നു, അതിൽ നിന്ന് ഇതിലേക്ക് പോകുന്നു എന്നുള്ളതിനെ ഷോർട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ ഡയറക്റ്റ് വരാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള കാര്യം ഒന്ന് റെക്കോർഡ് ചെയ്ത് അനലൈസ് ചെയ്യുന്നതാണ് മെത്തേഡ് സ്റ്റഡി. പിന്നെ അതിൻ്റെ എഫിഷ്യൻസി മെഷർ ചെയ്യുന്നതാണ് വർക്ക് മെഷർമെൻറ്റ്. രണ്ടും എന്താണ്, ജോലിയെക്കുറിച്ചുള്ള പഠനമാണ്, വർക്ക് സ്റ്റഡിയാണ്. ഓക്കെ, ഇനി നമ്മൾ ജൂൺ 2024 അല്ലേ, ജൂൺ 2024 ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ലോങ് ടേം ആൻഡ് മീഡിയം ടേം ഫോർകാസ്റ്റ് ഓഫ് ദ ഡിമാൻഡ് ഓഫ് ആൻ ഔട്ട്പുട്ട് ആർ മെയ്ഡ് ബൈ യൂസിങ് വേരിയസ് കാഷ്വൽ ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എക്സ്പ്ലെയിൻ ദ വേരിയസ് മെത്തേഡ്സ് ഓഫ് ഫോർ പ്രൊഡിക്റ്റിംഗ് ദ ഫ്യൂച്ചർ കപ്പാസിറ്റി റിക്വയർമെൻറ്റ്. അപ്പോൾ നമുക്ക് കപ്പാസിറ്റി എന്താണെന്ന് നമ്മൾ പറഞ്ഞു, കപ്പാസിറ്റി പ്ലാനിങ്ങിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഇപ്പോൾ ഫ്യൂച്ചറിലെ കപ്പാസിറ്റി എങ്ങനെ നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദിക്കുന്നത്. നമുക്ക് നോക്കാം മെറ്റീരിയൽ എന്തൊക്കെയാണെന്ന് പറയുന്നത് നോക്കാം. പൊതുവേ എല്ലായിടത്തും പറയുന്ന മെത്തേഡുകളൊക്കെ തന്നെയാണ്. റിഗ്രഷൻ അനാലിസിസ്. റിഗ്രഷൻ്റെ അനാലിസിസ് നമ്മൾ മുമ്പ് നോക്കിയതാണ്. ഇതിൻ്റെ അകത്താണോ അതോ ബ്ലോക്ക് 10 വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. റിഗ്രഷൻ അനാലിസിസ് നോക്കിയതാണ്. നമ്മൾ എന്തുണ്ടാക്കും, റിഗ്രഷൻ ഇക്വേഷൻ ഉണ്ടാക്കും. ഈ 2 വേരിയബിൾ തമ്മിലുള്ള ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ തമ്മിലുള്ള ബന്ധം വെച്ചുകൊണ്ട് ഒരു ഇക്വേഷൻ നമ്മളിങ്ങനെ ഉണ്ടാക്കും. ഫോർ എക്സാമ്പിൾ നമ്മുടെ കപ്പാസിറ്റി y ആണ് വിചാരിച്ചോ. ഓക്കെ, എക്സ് എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഇൻപുട്ട് മാറുന്നതനുസരിച്ച് എങ്ങനെ നമ്മുടെ കപ്പാസിറ്റി മാറിക്കൊണ്ടിരിക്കുന്നു, ഒരു ഫംഗ്ഷൻ ഇതേപോലെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കും, ഒരു ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തെടുക്കും. അത് ഒരു യൂണിറ്റ് മാറ്റിക്കൊണ്ടിരുന്നാൽ മതി, എത്ര കപ്പാസിറ്റി നമുക്ക് വേണമെന്ന് നമുക്ക്, അല്ലെങ്കിൽ എത്ര കപ്പാസിറ്റി വരെ പോവാം എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഒരു മാത്തമാറ്റിക്കൽ മീൻസാണ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ റിഗ്രഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ
ഒരു മീൻസായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എക്കണോമെട്രിക് ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സ് എന്ന് പറയുന്നതാണ്. എക്കണോമെട്രിക്സ് എന്നെ കൊണ്ട് ഉദ്ദേശിക്കുന്ന പേര് പറയുന്നത് തന്നെ എക്കണോമിക്സിലെ അല്ലെങ്കിൽ നമ്മുടെ എക്കോണമിയിലുള്ള കുറേ പിന്നെ എന്താ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, അതിനെയും കൂടെ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു പ്രഡിക്ഷനാണ്. പോട്ടെ, ഡെൽഫി മെത്തേഡ് പറയുന്നുണ്ട്, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. യൂണിറ്റ് 10 ബ്ലോക്ക് 10 അല്ല, MMBC 10 പറഞ്ഞിട്ടുള്ളതാണ്. ഡെൽഫി മെത്തേഡ് എന്ന് പറയുന്നത് എക്സ്പേർട്ടുകൾ വിളിച്ചിരുത്തിയിട്ട് ഓരോരുത്തരുടെ അഭിപ്രായം ചോദിക്കുന്നു. അവരുടെ അഭിപ്രായങ്ങൾ തമ്മിൽ ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നു. അഭിപ്രായം വെറുതെ പറയുന്നതല്ല, വിത്ത് എന്താ പറയുക, ഒരു എക്സ്പ്ലനേഷൻ കളഞ്ഞാൽ എനിക്ക് തോന്നുന്നു അടുത്ത വർഷം നമുക്ക് 150 യൂണിറ്റ് വേണ്ടി വരും, കാരണം ഇതൊക്കെയാണ്. അങ്ങനെ ഓരോരുത്തരും അവരുടെ അഭിപ്രായം പറയുന്നു, അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി എന്ത് ചെയ്യുന്നു, ചെക്ക് ചെയ്തിട്ട് ഏറ്റവും കോമൺ ആയിട്ട് വന്നൊരു ഉത്തരം എന്നുള്ളതിലേക്ക് നമ്മൾ ചെന്നെത്തുന്നു എന്നുള്ളതാണ് ഡെൽഫി മെത്തേഡ്. പിന്നെ മാർക്കറ്റ് സർവേ, നമുക്ക് ഡിമാൻഡ് കൂടുതലുണ്ടെങ്കിൽ നമ്മുടെ കപ്പാസിറ്റി കൂട്ടുന്നതിൽ അർത്ഥമുള്ളൂ. അപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങി എന്ത് സ്റ്റഡി നടത്തുക എന്നുള്ളതാണ്. പിന്നെ ലൈഫ് സൈക്കിൾ അനാലിസിസ്, ഹിസ്റ്ററിക്കൽ അനലോഗ് എന്നൊക്കെ പറയുന്നത് നമുക്കൊരു പാറ്റേൺ വരുമല്ലോ, നമ്മുടെ സപ്ലൈക്ക് ഒരു പാറ്റേൺ വരും. ആ പാറ്റേൺ ഒന്ന് ഫോളോ ചെയ്ത് നമ്മൾ ട്രെൻഡ് അനാലിസിസ് എന്ന് പറയും. നമ്മളെ ട്രെൻഡ് ഇതുവരെ ഇങ്ങനെയായിരുന്നു, അങ്ങനെയാണെങ്കിൽ ഇനി അതായത് ഇപ്പോൾ ഇത്ര വന്നു, ഇങ്ങനെ വന്നു, പിന്നെ ഇങ്ങനെ വന്നു, പിന്നെ ഇങ്ങനെ ഒന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം, ഇത് പിന്നെ ഇങ്ങനെ പോകുമെന്നൊരു പ്രതീക്ഷയുണ്ട്, ഇതിൻ്റെ മുകളിലേക്ക് കയറി പോകും, നമുക്കൊന്ന് പ്രതീക്ഷിക്കാൻ പറ്റും, മനസ്സിലായല്ലേ? അപ്പം അങ്ങനെ ഒന്ന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഒരു ന്യൂ ഔട്ട്പുട്ടിനാണെങ്കിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളത് പറയുന്നുണ്ട്. അത് വളരെ ഡിഫിക്കൽട്ടാണ്, അൺസർട്ടനിറ്റി ഒരുപാടുണ്ട്, റിസ്ക് കൂടുതലാണെന്നുള്ളൊരു സംഭവമാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ബേസിക്കായിട്ട് ഇത്ര മെത്തേഡ് ഒന്ന് മനസ്സിലുണ്ടാവട്ടെ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ, അതായത് ഡിസംബർ 24 ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. കപ്പാസിറ്റി ബിൽഡിങ്, കപ്പാസിറ്റി എന്ന് വെച്ചാൽ എന്താണ്, അതിൻ്റെ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ കപ്പാസിറ്റി പ്ലാനിങ് എന്തൊക്കെയാണ്, പിന്നെ വാല്യൂ എഞ്ചിനീയറിങ്ങിൻ്റെ കാര്യം, എന്താണ് വാല്യൂ എഞ്ചിനീയറിംഗ് എന്ന് ചോദിച്ചിട്ടുണ്ട്. വീണ്ടും കപ്പാസിറ്റി പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ടോപ്പിക്ക്, കപ്പാസിറ്റി പ്ലാനിങ് അതിൻ്റെ പ്രോസസ്സും. ഓർമ്മയുണ്ട്, 8 സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞായിരുന്നു. എന്താണ്, നമുക്ക് നിലവിലുള്ള എൻവയോൺമെൻറ്റൽ നീഡ്സ് നോക്കുക, നിലവിൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക, എങ്ങനെ അത് ബ്രിഡ്ജ് ചെയ്യാമെന്ന് നോക്കുക, ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പ്ലാൻ തയ്യാറാക്കുക, പിന്നെ ഈ പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങിയ ഒരു 8 സ്റ്റെപ്പ് പറയുന്നുണ്ട്, നമ്മളൊന്ന് നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ചോദിക്കുന്നത്. അപ്പോൾ വളരെ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ് കപ്പാസിറ്റി, എന്താണ് കപ്പാസിറ്റി പ്ലാനിങ്, പിന്നെ ജോബ് ഡിസൈൻ, വർക്ക് ഡിസൈൻ എന്താണ്, അതിൻ്റെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് എന്താണ്, പിന്നെ വളരെ ഇമ്പോർട്ടൻറ്റ് വാല്യൂ എഞ്ചിനീയറിംഗ് സ്ഥിരം ചോദിക്കാറുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് പൊതുവെ ഇതിനകത്ത് നിന്ന് കണ്ടിട്ടുള്ളത്. എന്ന് പറഞ്ഞ് ഇത് മാത്രം പറഞ്ഞോ നിർബന്ധമൊന്നുമില്ല, നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ എന്ത് നോക്കുക, ഹെഡിങ്സ് ഒന്ന് നോട്ടിച്ച് നോക്കുക, എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം, ഞാൻ പറയാം. ഓക്കെ, താങ്ക് യു ഓൾ.